അതുകൊണ്ട് തന്നെ സുമോദ്, ഈ കൂട്ടായ്മയുടെ ഇനിയുള്ള ഭാവി എന്താണെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. ശരിയാണ്, 10-35 ദിവസം നീണ്ട ഒരു സമരത്തിനൊടുക്കം ഒരുപക്ഷെ സാമ്പ്രദായിക പ്രതിപക്ഷ പാർട്ടിക്ക് പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയാത്തതൊക്കെ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് നെക്സ്റ്റ്, എന്താണ് ഇവരുടെ ഫ്യൂച്ചർ എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇത് കേന്ദ്രം നൽകുന്ന ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടതായി വരും. പക്ഷേ ഈ ഉറപ്പുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കേന്ദ്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് CJPയുടെ റോൾ? ഇങ്ങനെ ഒരു കൊടിക്കൂറയില്ലാതെ പെട്ടെന്നുണ്ടായ ഒരു കാരണത്തിൻ്റെ പുറത്ത് ഒരുമിച്ച് കൂടിയ ഈ വിദ്യാർത്ഥി കൂട്ടം അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോകും എന്നുള്ളതാണോ? അതോ ഇനിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഭാവി പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ അഭിജിത്ത് ദീപ്കയോ CJPയുടെ നേതൃത്വമോ നൽകുന്നുണ്ടോ? ആശുതോഷ് രംഗ ഇവർ കൃത്യമായ ഒരു സൂചന തന്നെ നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് മൂവ്മെന്റിലൂടെ മുന്നോട്ട് വന്ന പലരും ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. മനീഷ് സിസോദിയ ആയാലും അദ്ദേഹം മാധ്യമപ്രവർത്തകനായിട്ട് വന്നതാണ്, IRS രാജിവെച്ച് വന്നതാണ് അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹവും എല്ലാം ഈ തരത്തിലുള്ള ഒരു അഴിമതിക്കെതിരെ ഒരു മുദ്രാവാക്യം എന്ന രീതിയിലാണ് കറപ്ഷൻ. ഡോക്ടർ നിമിഷ് ജോസഫ് CJP പ്രതിനിധി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നിമിഷ് ജോസഫ്, അങ്ങനെ ആ സമരം കഴിഞ്ഞു, അത് വിജയം കണ്ടു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, കുറെ ഉറപ്പുകൾ കേന്ദ്രം നൽകിയിട്ടുണ്ട്, അത് വാക്കാലെ പറഞ്ഞതാണ്, എല്ലാം എഴുതി നൽകണം. പക്ഷേ ഈ സമരം തീർന്നതോടുകൂടി CJP തീർന്നു എന്നാണോ, അതോ എന്താണ്, വാട്ട് നെക്സ്റ്റ്? അല്ല, അതിന് സൗരവും അശുതോഷും അവർ രണ്ടുപേരും വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടത്തോട് തീരുകയല്ല, മറിച്ച് ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളുടെ ഭാഗമാവുക, യുവാക്കളെ അതിനെ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലുള്ള അവരുടെ ലക്ഷ്യം. ഒരു പുതിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ആസ് ഓഫ് നൗ. മറിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യാനാകുന്ന ഒരു മുന്നണി ഒരു സ്ട്രാറ്റജിക്കലി ഒരു ഫോർമാറ്റിൽ വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇങ്ങനെ ഇലക്ഷന് നിൽക്കാൻ അങ്ങനത്തെ ഒരു പ്ലാൻ ഇതുവരെ ഇല്ല, ഐഡിയോളജിക്കലി ഒരു ഇതായിട്ടില്ല. അപ്പോൾ ഈ കുട്ടികളുടെ മേലെടുത്ത ഒരുപാട് കേസുകളുണ്ട്, പരിക്കേറ്റ ഒരുപാട് കുട്ടികളുടെ ചികിത്സാ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ? ഇത് ഇപ്പോൾ നടന്ന പ്രൊട്ടസ്റ്റിൽ എടുത്തിരിക്കുന്ന നിലപാടുകളെല്ലാം കണ്ടിന്യൂ ചെയ്യും. അതിപ്പോ ഏതെങ്കിലും പിൻവലിക്കുകയാണെങ്കിൽ അവർ സമരം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പിൻവലിച്ചിരിക്കുന്നത് കണ്ടീഷൻ ബേസ്ഡ് ആണ്. കണ്ടീഷൻ ബേസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലീസ് FIRകൾ പിൻവലിക്കുന്നു, പുതിയ FIRകൾ ഫയൽ ചെയ്യുന്നില്ല. ഇവിടെ 500ഓളം കുട്ടികൾക്ക് തല്ലുകൊണ്ടു, അവർക്ക് പരിക്കുകളേറ്റു. അപ്പൊ അതിനെല്ലാം അർഹമായ ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. മിക്കവരുടെയും ഒക്കെ ശരിയായി വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ CJPയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന നിലയ്ക്ക് ഇത് ഒരു യുവജന മുന്നേറ്റമാണ്. ആ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഇവിടെ മാത്രം റെസ്ട്രിക്റ്റഡ് അല്ല, ഈ ഒരു ഇവന്റിന് മാത്രം റെസ്ട്രിക്റ്റഡ് അല്ല. ഇനിയും നാളെയും എന്തൊക്കെ ഇവന്റ്സ് വരുന്നു അതിനെല്ലാം ഇങ്ങനെ ഇൻവോൾവ് ആകാൻ തന്നെയാണ് ഇവര് താല്പര്യപ്പെടുന്നത്.